اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما عليك يا رسول الله خذ بأيدينا قلت حيلتنا بنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. صدق الله العلي العظيم صدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരന്മാരെ, വലിയ വലിയ ഉസ്താദുമാരെ കണ്ട് നമ്മളെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സുന്നിക്കുട്ടി ഉസ്താദ്, ബുഫായി ഉസ്താദ് ഓഫ്ലൈനിൽ പോയാ ബുഫായി ഉസ്താദ് എന്നെ വിളിച്ചു കണ്ട് മൂപ്പര് ഓഫ്ലൈനിൽ പോയി. അപ്പൊ എല്ലാ ഉസ്താദുമാരുണ്ട്. ഇനി നമുക്ക് അല്പനേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉസ്താദുമാരൊന്നും വരാഞ്ഞപ്പം നടക്കുക. പ്രഗത്ഭരായ കഴിവുറ്റ മാഹിരീങ്ങളായ ഉസ്താദുമാര് വരാതിരുന്നാല് നമ്മള് പിന്നെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ തുടരല്ലേ? താങ്കൾ ഉസ്താദെ ആരും ഇല്ല റൂമില്, ഞാൻ തന്നെ ഉള്ളൂ. മൗലൂദ് ഓതിയ ആൾക്കാർ ഏതായാലും ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ആളുണ്ട്. അബൂബക്കർ ഉസ്താദ് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവരൊന്ന് ഓഫ്ലൈനിൽ പോയി തിരിച്ചൊക്കെ വന്നതാണ്. റൂമിലേക്കും എത്തിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ഉസ്താദുമാരും ശൈഖന്മാരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ദറജകളൊക്കെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു ഹിമ്മത്തും ഇസ്സത്തും അന്തസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ കെണിവലകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കെണിവലകൾ തീർക്കുന്ന ഹാസിദീങ്ങളുടെയും ഫാത്തിനീങ്ങളുടെയും ഒക്കെ ഷർറുകളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അവരിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരിച്ച് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ശിഫിയാക്കി തട്ടു ഉസ്താദേ.
സുന്നിക്കുട്ടി ഉസ്താദിന് സുഖമില്ല എന്നാ പറഞ്ഞു. ഒന്നാമത് ശിഫയായി കൊടുക്കട്ടെ. ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുക. ഇത് ചെയ്യും ഇൻഷാ അല്ലാഹ്. സുന്നിക്കുട്ടികൾക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കില്ല നടക്കുക. നമ്മുടെ ക്ലാസ് റൂമിനെ ഹയാത്താക്കുന്ന ഒരു ഉസ്താദാണ്. പഴയ കാലം മുതലേയുള്ള ഉസ്താദാണ്. ഈ ഗ്ലോബൽ വോയിസ് റൂം തുടങ്ങിയ കാലം മുതലേയുള്ള ഉസ്താദ്. ഇടക്കാലത്ത് ഒരു ബ്രേക്ക് വന്നതേ ഉള്ളൂ. അപ്പോ അല്ലാഹു ശിഫ നൽകുമാർ. എന്ത് രോഗമാണെങ്കിലും നമുക്കും നമ്മുടെ മക്കളെയും ഭാര്യമാരെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മശായിഖന്മാരെയും ഒക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയായി കൊടുക്കുമാറാവട്ടെ. പിന്നെ വല്ല രോഗങ്ങളും മാരകമായ രോഗത്തിന്റെ വല്ല അംശങ്ങളും നമ്മുടെ ശരീരത്തിലോ രക്തത്തിലോ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ശരീരത്തിലും രക്തത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെ ശിഫയാക്കട്ടെ, അതൊക്കെ നീക്കിക്കളയട്ടെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലും മാരകമായ രോഗത്തിന്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലോ രക്തത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ നീക്കിത്തരണേ റഹ്മാനെ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല, വലിയ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല, ഞങ്ങളെ കുടുംബത്തെ പരീക്ഷിക്കല, മക്കളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അത് താങ്ങാനുള്ള ഈമാനികമായ ഖുവ്വത്ത് ഞങ്ങൾക്കില്ല റഹ്മാനെ. ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഉസ്താദേ, നാട്ടിൽ ഇപ്പോൾ വിളിക്കുമ്പോൾ ഉമ്മാക്ക് തീരെ വയ്യ. അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത വിധം കാല് വേദന വേഗം ശിഫയാക്കാൻ വേണ്ടി അല്ലാഹു ശിഫയായി കൊടുക്കുമാറാവട്ടെ. നമ്മളെ അമി അലിയുടെ ആരാണ് നിങ്ങളിങ്ങനെ തീയം ചെയ്യല്ലിട്ട വന്നാൽ പിന്നെ ഇങ്ങനെ വായിക്കേണ്ടി വരും. കാരണം ഒന്ന് വായിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ആൾക്കാർ തീയം ചെയ്തുകൊണ്ടിരിക്കും. ഹലാലായ ഉദ്ദേശങ്ങൾ ഹസലാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഹസലാൻ കൊടുക്കുമാറാവും. ഞങ്ങൾക്ക് ഉസ്താദുമാരുണ്ട് ഇവിടെ നല്ല ദുആക്ക് പറ്റിയ ഉസ്താദുമാർ. അവരോട് പറയാം അല്ലാഹു ശിഫയാക്കി തെരുമാറാവട്ടെ, ഹാസിലാക്കി തെരുമാറാവട്ടെ, പ്രയാസങ്ങളൊക്കെ നീക്കി തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ബലദ് ആണ്. സൂറത്തുൽ ബലദ് ഇത് തീർന്നില്ല. ഇപ്പോ 4-5 ദിവസമായിട്ട് ഇങ്ങനെ പറിച്ചു തുടങ്ങിയിട്ട് നമുക്ക് തീർക്കണം. കൂടുതൽ വിശദീകരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് അടുത്ത സൂറത്തുൽ ഫജ്ർ എന്നാ തോന്നുന്നത് ഇല്ലേ? സൂറത്തുൽ ഫജ്റാണ്. അത് തുടങ്ങണം നമുക്ക് ഇൻഷാ അല്ലാഹ്. തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തില് മക്കയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ സന്താനങ്ങളെയും മക്കയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നതിന് ഒരു ഖൈദും കൂടി പറഞ്ഞത് കാണാൻ കഴിയും. മനസ്സിലായ? ഹാല് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണല്ലോ. ഹാല് സ്വാഹിബ് ഹാലിന്റെ ഖൈദായിട്ടാണ് വരിക. അപ്പോ ലാ ഉഖ്സിമു ബിഹാ നമ്മളതൊന്നും ഒരാവർത്തിന് പറഞ്ഞിട്ട് നമുക്ക് ഇനി പറയാനുള്ളത് ഏതാണ്? ഫലഖ്തഹമൽ അഖബന്റെ അവിടെ നിന്ന് എടുക്കാനുള്ളത്. മനസ്സിലായ? ഒരു ആവർത്തി അതിന്റെ ആശയം പറഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഈ നാട് എന്ന് പറഞ്ഞ മക്കയാണ്. അന്ത ഹില്ലുൻ ബിഹാദ, ഈ നാട്ടിലാണ് താമസിക്കുന്നത്. ഹില്ല് എന്ന് പറഞ്ഞാൽ ഖായിമുൻ
എന്നർത്ഥാണ് ഒരർത്ഥം കൊടുത്തിട്ടുള്ള. അങ്ങനെയാണ്. വേറെ അർത്ഥങ്ങളുണ്ട്, അന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, ഇതിലേക്ക് കടക്കുന്നില്ല. വാലിദിൻ, ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടും സത്യം ചെയ്യുന്നു. അപ്പോ ഇവിടെ ഈ സൂറത്ത് വ്യംഗ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും സത്യം ചെയ്തു വരുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന കാരണം കൊണ്ടാണല്ലോ മക്കൾക്ക് പവിത്രത ഉണ്ടായത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന കാരണം കൊണ്ട് പവിത്രത ഉണ്ടാകുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രത പറയേണ്ടതില്ലല്ലോ. കണ്ടാ? അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രത കൂടുകയാണ്. നബിയുമായി ബന്ധപ്പെട്ടതിന് തന്നെ ഇത്രക്കും പവിത്രതയുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രത പറയേണ്ടതുണ്ടോ? അതാണ് മക്കയേക്കാൾ മദീനക്ക് പവിത്രത കൂടാൻ കാരണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ പറയുന്നത് അലല്ലിത്ലാഖ് പവിത്രത മദീനക്കാണെന്നാണ് എന്ന് പറയുന്ന ആളുകൾ. ഏതായാലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ചേർന്ന് കിടക്കുന്ന ആ സ്ഥലം, ആ ഹുജറത്തു ഷരീഫാണ് ലോകത്തെ എല്ലാ സ്ഥലത്തേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. ഇത്തിഫാഖുൽ ഉലമാ, പണ്ഡിതന്മാരൊക്കെയും ഏകോപിച്ചിരിക്കുകയാണ്. പിന്നെ മദീന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റത്തു ശരീഫ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളെക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിച്ചൂനക്കണണ്ട് മക്കൾക്ക് പവിത്രതയുണ്ടാകുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സ്വീകരിച്ച മദീനക്ക് എന്തുകൊണ്ട് പവിത്രതയുണ്ടാകൂല? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീഫ്, അവിടുത്തെ ഖബർ ഷരീഫ്, അതിനാണ് ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠത. യാ ഹബീബല്ലാഹ് ഖുദ് ബിഐദീനാ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റി തെരുമാറാവട്ടെ. പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല അല്ലാഹുവേ, നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തല്ലാതെ. ഏറ്റിത്തരണേ തമ്പുരാനെ. ഒരു നിലക്കുള്ള സംശയവും ഞങ്ങളുടെ കൽബിൽ നിന്റെ ഹബീബിനോട് ഒരു നിലക്കുള്ള സംശയം ഞങ്ങളുടെ കൽബിൽ നിന്ന് ഇട്ടുതരല്ല റബ്ബേ. എന്തൊരു മഹത്വമാണ് സുഹൃത്തുക്കളെ. ആ വിഷയം മാറിപ്പോവും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അള്ളാഹു പറയുന്നത്, പിന്നെ മൊത്തം ആദം സന്തതികളെ മൊത്തം എന്ത് ചെയ്യാണ്? സത്യം ചെയ്യാണ്. വാലിദിൻ വമാ വലദ്. ആദം നബി, വാലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആദം നബി. അവിടെയും നമ്മൾ പിന്നെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം നബിയും സന്താനങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ കുടുംബവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ തഫ്സീറുകൾ ഒന്നും വിശദമായി പറയുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അബുർ റൂഹിയാണ്, അതൊക്കെ നമ്മളന്ന് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ ആദം നബിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. വമാ വലദ്, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെ കൊണ്ടും സത്യം ചെയ്യുന്നു. എന്താണ് സത്യം ചെയ്യാനുള്ള കാരണം? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യരെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു ഫീ കബദിൻ, പ്രയാസത്തിലായിട്ട് എന്നാണ്. മശക്കത്ത് താബ് എന്നൊക്കെ അതിന് പറയുന്നത്. പക്ഷേ ഈ മശക്കത്ത് താബ് എന്നൊന്നും പറഞ്ഞാൽ ഈ കബദിന്റെ അർത്ഥം പൂർണ്ണാവില്ല. അല്ലേ? അള്ളാഹ് അവിടെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ മശക്കത്ത് എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഫീ കബദി എന്ന് പറഞ്ഞാൽ എന്തിനാ?
അപ്പൊ കബദ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം മശക്കത്ത് തഅബ് എന്ന വാക്ക് കൊണ്ട് പൂർണ്ണമാകൂല. ഇതിൽ വലിയ ആശയങ്ങൾ കിടക്കുന്നുണ്ട്. സ്ത്രീയുടെ വീണ്ടും വിശദീകരണം നീണ്ടുപോയി നമുക്ക് എന്താവൂല, പിന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം പിന്നീട് പറയുന്നത് എന്താണെന്നറിയോ, അലം നജ്അല്ലഹു ഐനൈനി എന്നാ. മനസ്സിലായ? അപ്പൊ ഈ കബദ് എന്ന പദം തന്നെ ഈ പിന്നെ മനുഷ്യരുടെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ആ പദം അവിടെ പ്രയോഗിച്ചത്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്നിട്ടാണല്ലോ എന്ത് ചെയ്യണത്, പിന്നെ ഈ മക്കളുണ്ടാകുന്നത്. ആ ഉണ്ടാകുന്നതിലുള്ള മശക്കത്ത് നമുക്ക് വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയില്ല. ഖുർആനിലെ പല വാക്കുകൾക്കും, പല എന്നല്ല, വാക്കുകൾക്ക് നമ്മളൊരു അർത്ഥം പറഞ്ഞാൽ, ഒരാശയം പറഞ്ഞാൽ, ഒരു വിശദീകരണം പറഞ്ഞാൽ അതൊരിക്കലും തന്നെ എവിടെയും എത്തൂല. ഈ സുഹൃത്തുക്കൾ ഇതൊക്കെ തന്നെ വേറെ പണിയൊന്നുമില്ല. കോടികളുടെ തട്ടിപ്പ് നടത്തിയ 100 നാട്ടിൽ AP വേപ്പാടിലാണല്ലോ. എന്താ ചെയ്യറത് ഇവരെ കൊണ്ട്? അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്നല്ല. ഇപ്പൊ എന്താ പറയാ, ഒരു മനുഷ്യന്റെ പിന്നിൽ ഇങ്ങനെ നടന്ന് ജീവിതം മുഴുക്കെ തൊലക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം. ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ നന്നായി. അതന്നെ ഇപ്പൊ ഈ അതാണ് ഈ ഡോട്ടുള്ള ആളാണ്. SMA ഒരു ഡോട്ടുണ്ട് തിരൂര്. അദ്ദേഹമാണ് ഇപ്പൊ എനിക്ക് PM ചെയ്തത്. 100 നാട്ടിലാണ്, AP വേപ്പാണെന്നാണ് പറഞ്ഞത്. ഏതായാലും കിടക്കുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കബദ് എന്നുള്ള കബദ് എന്ന പദത്തിന് മശക്കത്ത് തഅബ് എന്ന് അർത്ഥം വെച്ചത് പൂർണ്ണാവൂല എന്ന് പറഞ്ഞത്. അങ്ങനെ പൂർണ്ണാവുന്നുണ്ടെങ്കിൽ അള്ളാഹ് കാരണം അത് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ഖുർആനിലെ ഒരു പദത്തിന്റെയും ഇപ്പൊ ഇവിടെ പിന്നെ ഫിഖ് ചോദ്യത്തിന് സമയമല്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരോട് ചോദിക്കുക. ഞാനൊരു സാധാരണക്കാരനായ ആളാണ്. ഫിഖിന്റെ കാര്യങ്ങളൊക്കെ ഉസ്താദുമാര് നല്ല അവിടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമ്മളെ അബൂഷാക്കി ഉസ്താദിന്റെ, അതുപോലത്തെ വാടാനപ്പള്ളി ഉസ്താദിന്റെ ഒക്കെ നല്ല ക്ലാസ്സും ചോദ്യോത്തര സെഷനൊക്കെ നടക്കും. അപ്പൊ വന്നിട്ട് എന്ത് ചെയ്യാ, അപ്പൊ വന്നിട്ട് ചോദിക്കുക. അപ്പൊ അവര് നല്ല മറുപടി പറഞ്ഞിരും. അപ്പോ നോക്കി നിങ്ങള്, യഹ്സബുൽ ഇൻസാനു, അപ്പൊ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞപ്പോ അതാണ് കബദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. എല്ലാ മശക്കത്തിനെയും ഉൾക്കൊള്ളിക്കാനാണത്. യഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ഈ മനുഷ്യൻ ഭാവിക്കുന്നു, അല്ലം യഖ്ദിറ അലൈഹി അഹദ്, ഒരാൾക്കും അവന്റെ മേൽ കഴിയില്ല എന്ന്, അവനെ പിടിക്കാൻ കഴിയില്ല എന്ന് അവൻ ഭാവിക്കുന്നുവോ? ഏത് സ്ഥിതി? യഖൂൽ, അവൻ പറയുന്നു അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഇതൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട്, ലുബദ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി, അടിക്കടി എന്ത് ചെയ്യുക, സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് ഇന്നുണ്ടായിരിക്കും പിടിക്കാൻ കഴിയുക എന്നവൻ ഭാവിക്കുന്നുണ്ടോ? യഹ്സബു അല്ലം യറഹു അഹദ്, ഇങ്ങനൊക്കെ ചെലവഴിക്കുമ്പോൾ അവൻ എന്തിനു വേണ്ടിയാണ്, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ ചെലവഴിക്കുന്നത് എന്ന കാര്യം ആരും കാണുന്നില്ലെന്നും അവൻ ഭാവിക്കുന്നുവോ? എന്നിട്ട് അല്ലാഹു പറയുന്നു അലം നജ്അൽ ലഹു ഐനൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലം നജ്അൽ ലഹു, അവന് നാം സൃഷ്ടിച്ചില്ലയോ അൽ ഐനൈനി, 2 കണ്ണിനെ നാം. അവിടെ നമ്മൾ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്, ആശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും സംയോജിച്ച്
അത് പിന്നെ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സ്ത്രീ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, പുരുഷ ബീജം ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നറിയോ, സ്ത്രീയുടെ അണ്ടം ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ കേറിയിട്ട് പിടിക്കലാന്നാ പറഞ്ഞത്. കേറി ഇങ്ങോട്ട് പിടിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഈ പിടിക്കുന്നിടത്തും എന്തുണ്ട്, സ്വീകരിക്കുന്നിടത്തും പെണ്ണിന്റെ അണ്ടത്തിന് ചില ബന്ധങ്ങളുണ്ട് കേട്ടാ. പുരുഷൻ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നതിൽ, ആണാവുന്നതിലും പെണ്ണാവുന്നതിലും സ്ത്രീയുടെ ബീജത്തിന് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ ബീജം സ്വീകരിക്കുന്നിടത്ത് ബന്ധം ഉണ്ടാവും. അത് ചിലപ്പോ കേറിപ്പിടിക്കുന്നത് പിന്നെ പുരുഷ ബീജത്തെയാണ് ചിലപ്പോൾ കേറിപ്പിടിക്കും, അല്ലെങ്കിൽ സ്ത്രീ ബീജത്തെ കേറിപ്പിടിക്കും. അങ്ങനെ ഉണ്ടാകുക. അത് ഹദീസിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായ ഹദീസ് ഇപ്പൊ ഞാൻ ഓർക്കണില്ല. സ്ത്രീയും പുരുഷനും ഉണ്ടാവുന്നതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് പറയുന്നത് കാണാൻ കഴിയും. മറികടക്കുക എന്നാണ്. പുരുഷനേക്കാൾ സ്ത്രീ ബീജം മറികടക്കുക എന്നാണ്, അല്ലെങ്കിൽ സ്ത്രീ ബീജത്തെക്കാൾ പുരുഷ ബീജം മറികടക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രവുമായിട്ടൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോജിപ്പിക്കാവുന്നതാണ്. അല്ലാഹു അഅലം ബി മുറാദിഹി. മുസ്ലിം സഹോദരന്മാരെ, അപ്പോ അങ്ങനെ ഗർഭാശയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആദ്യമായി ഉണ്ടാകുന്ന സാധനം എന്താണ്? കണ്ണാണ് പോലും. അതാണ് അലം നജ്അൽ ലഹു ഐനൈനി എന്ന് പറഞ്ഞത്. മനസ്സിലായ ഒരാശയപ്പം ഞാൻ പറഞ്ഞത്. കണ്ണാണ് അല്ല ആദ്യം ഉണ്ടാകുന്നത്. ആദ്യമായി പോകുന്ന സാധനം കണ്ണെന്നെയാണ്. മനസ്സിലായ? അതാണ് കണ്ണോക്ക് എന്ന് കോഴിക്കോട് ഭാഗത്തൊക്കെ പറയുന്നത്. കോഴിക്കോട്ടേലുണ്ടെങ്കിൽ ചോദിച്ചു നിങ്ങൾ. കണ്ണോക്ക് ഞാൻ ഇങ്ങനെ ബസ്സില് കോഴിക്കോട് ഇങ്ങനെ ഓതാൻ പോയപ്പോഴേ കണ്ണോക്ക് എന്ന് ഞാൻ പറഞ്ഞു. കുറച്ചറബ് എന്താ ഈ കണ്ണോക്ക് എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് അതിന്റെ മലപ്പുറം അങ്ങനെ പറയാ. എന്റെ നാട്ടിലൊന്നും പറയില്ല, കണ്ണൂർക്കും കുറച്ചില്ല. മലപ്പുറത്ത് പറയും. എവിടെയെന്നറിയോ? കോഴിക്കോട് ജില്ലയോട് ചാരിക്കിടക്കുന്ന വാഴക്കാട്, മുണ്ടുമുഴി, എടവണ്ണപ്പാറ, എടപ്പാളൊക്കെ പറിച്ചുണ്ടാ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവട്ടെ, നമ്മളിപ്പോ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോ കണ്ണോക്ക് എന്ന് പറയും. ഇതിന് ഈ മരിച്ച് മൂന്നാമത്തെ ദിവസം. എന്താ കാരണം? മൂന്നാമത്തെ ദിവസം അതോടെ കണ്ണെന്നെ കുഴിച്ചുണ്ടാവില്ല. പിന്നെ അവിടെ രണ്ട് മടായി കുഴിച്ചു. ആണെന്നില്ല ജനാലും. മലപ്പുറം ജില്ല അങ്ങനെ പറിച്ചിട്ടുണ്ടാ കണ്ണൂക്ക്? എടപ്പാട് പറിച്ചിട്ടുണ്ട്. എടപ്പാടിന്റെ അടുത്ത നാടാണ്. അങ്ങനെ പറിച്ചിട്ടുണ്ടാവും. അപ്പോ സഹോദരന്മാരെ, കണ്ണാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? ഒരു രണ്ടുണ്ടാണ് ഉണ്ടാകുക. നമ്മളതിന്റെ പിന്നെ ഈ എക്സിബിഷനിലൊക്കെ പോയാൽ കാണാൻ കഴിയും. എക്സിബിഷനിലെ പിന്നെ പോയാൽ കാണാൻ കഴിയും കുട്ടിയുടെ ഏത് ജനനത്തിന്റെ അവസ്ഥ. അത് ആദ്യം വരുന്നത് ഈ രണ്ട് വെളുത്ത സാധനം ഉണ്ടകൾ. പിന്നെ അവിടെ പുതിയ വല്ല പഠനം വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഒലിസാനൻ വശഫത്തൈന്നാണ്. പിന്നെ നാവാണോ പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത്? അങ്ങനെ വല്ല ഇതും നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒലിസാനൻ വശഫത്തൈൻ. കണ്ട, ഒലിസാനൻ. പിന്നെ അതിന്റെ താഴെയുള്ളതാണ് നാവ്. പല്ലൊക്കെ പിന്നെ എത്രയോ ജനിച്ചതിന് ശേഷം എന്താണ് നാവിനെ നമ്മൾ സൃഷ്ടിച്ചില്ലേ? ഒരു ഗവേഷണ ആവശ്യമാണ് ആ വിഷയത്തിൽ. നമ്മളേതെങ്കിലും ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് അന്വേഷിച്ച് വെക്കുന്നു. നാവാണോ പിന്നീട് വരുന്നത്? ഇതിൽ രൂപപ്പെടുക നാവിന്റെ അതേപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. കണ്ണും അങ്ങനെ തന്നെ. ഇന്ന് കാണുന്ന അതേ കണ്ണ് തന്നെ അപ്പോൾ തന്നെ ഉണ്ടാവുന്നില്ല. ആ പിന്നെ മാംസപിണ്ഡത്തിൽ, രക്തപിണ്ഡത്തിൽ ഇങ്ങനെ അടയാളമായി വരും കണ്ണിന്റെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലിസാനൻ,
നാവിനെയും നാം സൃഷ്ടിച്ചില്ലയോ? നാവാണോ പിന്നെ രണ്ടാമത് സൃഷ്ടിക്കപ്പെടുന്നത്? അല്ലാഹു ആലം, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. വശഫത്തൈൻ, രണ്ട് ചുണ്ടിനെയും അല്ലാഹു സൃഷ്ടിച്ചില്ലയോ? എന്താവട്ടെ, പിന്നെ അതൊക്കെ സൃഷ്ടിപ്പ് പൂർണ്ണമായതിന് ശേഷം വഹദൈനാഹു നജിദൈൻ, അവന് നമ്മൾ കാണിച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു. അന്നജിദൈനി, രണ്ട് കുംഭങ്ങൾ, രണ്ട് ഫെലിയുകൾ, രണ്ട് മുരകൾ എന്നാണ് നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞ ആശയം. അതിനു മുമ്പ് നമ്മൾ അതിന്റെ പിന്നെ വേറെയും ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അർത്ഥത്തോട് യോജിക്കുന്നത് ഏതാണ്? ഗർഭാശയത്തിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ പിന്നെ കുഞ്ഞിന് അഭയമായുള്ളത് ഏതാണ്? ഉമ്മായുടെ അമ്മിഞ്ഞപ്പാലാണ്. അതിന്റെ ജീവിതത്തിനും ഭക്ഷണത്തിനും ആവശ്യമായിട്ടുള്ളത് എല്ലാം അതാണ്. വെറും വെള്ളം, പാല് മാത്രം. നോക്കൂ സഹോദരന്മാർ, 6 മാസമെങ്കിലും നമ്മുടെ ഡോക്ടർമാർ പറയുന്ന 6 മാസം എങ്കിലും പിന്നെ പാല് മാത്രം കൊടുക്കണം എന്നാണ് കുട്ടികൾക്ക്. അത് കുട്ടികളുടെ ബുദ്ധി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിയും മനപ്പാടവും ഉണ്ടാവുന്നതിനും ശക്തിപ്പെടുന്നതിനും കാരണമാകുന്നതാണ്. നമ്മളൊക്കെ ഒന്ന് സാധാരണ ചെയ്യൽ എന്താണെന്നറിയോ? ഒരു മാസക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി കലക്കി കൊടുക്കരുത്. പിന്നെ ആ പൊടി കലക്കിയത്, ഈ പൊടി കലക്കിയത്, ആ പാല് കലക്കിയത്, ഈ പാല് കലക്കിയതൊക്കെ പിന്നെ കൊടുക്കാം. സത്യത്തിൽ ഡോക്ടർമാർ പറയുന്നത് 6 മാസമെങ്കിലും പാലില്ലാത്തൊരു സാധനം കൊടുക്കരുത് എന്നാണ്. അത് മതി, അത് തന്നെ കാഫിയാണ്. അപ്പൊ എന്താവട്ടെ, വഹദൈനാഹു നജിദൈൻ. നജിദ് പറഞ്ഞതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നജിദ് തന്നെ ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. ഇത് ഉയർന്നു നിൽക്കുന്ന സാധനമാണല്ലോ, അതുകൊണ്ടായിരിക്കും നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടാകുക. ഇനി പറയാനുള്ളത്, ഇങ്ങനൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ഫലഖ്തഹമൽ അഖബ, അങ്ങനെ ഫലഖ്തഹമൽ അഖബ, അവൻ അഖബയെ വിട്ടുകടക്കുകയില്ല. ഇഖ്തഹമ എന്ന് പറഞ്ഞതാണ്. അഖബ എന്ന് പറഞ്ഞാലോ, അഖബ എന്ന് പറഞ്ഞാല് മലകളിലൂടെയുള്ള വഴിക്കാണ് അഖബ എന്ന് പറഞ്ഞത്. മലകളിലൂടെ ഇങ്ങനെ, മല എന്ന് പറഞ്ഞാൽ തന്നെ കല്ലും പിന്നൊക്കെ നിറഞ്ഞതല്ലേ, അതിലൂടെയുള്ള വഴിക്കാണ് കുടുങ്ങിയ പ്രയാസപ്പെട്ട വഴിയെന്ന്. ആ അഖബയെ അവൻ മനുഷ്യൻ വിട്ടുകടക്കുകയില്ല. ഇവിടെ അഖബ എന്താന്നൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കും. പല അർത്ഥങ്ങളും അതിന് പറയുന്നു, പല ആശയങ്ങളും പറയുന്നുണ്ട്. നോക്കൂ നിങ്ങള്, ഇഖ്തഹമ എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം? അദ്ദുഖൂലു ഫിൽ അംരി ശദീദി എന്നാണ്. പ്രയാസമുള്ള കാര്യങ്ങളിൽ പ്രവേശിക്കുന്നതിനാണ് ഇഖ്തഹമ എന്ന് പറയുക. അപ്പൊ ഫലഖ്തഹമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശിക്കൂല, പ്രയാസമുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളിൽ പ്രവേശിക്കാൻ കഴിയില്ല. വഹിയൽ മഹാലികു വൽ ഉമൂറുൽ ഇളാം എന്നാണ്. വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള കാര്യത്തിനാണ് എന്തു പറയാ, ഇഖ്തിഹാമ് എന്ന് പറയുന്നത്. വൽ അഖബത്തു, അഖബ എന്ന് പറഞ്ഞാലോ തരീഖും ഫിൽ ജബലി, മലന്റെ മുകളിലൂടെയുള്ള വഴിക്കാണ് അഖബത്ത് എന്ന് പറയാം. മലകളുടെ മുകളിലുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിരിക്കും. മനസ്സിലായ? ഹാദാ ഫൗജും മുഖ്തഹിമും മഅക്കും എന്ന് പറഞ്ഞില്ലേ, ലാ മർഹബൻ ബിഹിം ഇന്നഹും സാലുന്നാർ. മനസ്സിലായ? നോക്കിൻ സഹോദരന്മാരെ, വലിയ പ്രയാസകരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ റൂട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും.
എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിച്ചിട്ടുള്ളത് അല്ലേ? മുമ്പ് വയനാട്ടിലൂടെ ഉള്ള യാത്ര കണ്ടില്ല നിങ്ങൾ? ഇപ്പൊക്കെ സുഖകരാണ്. മുമ്പൊക്കെ ആ റോഡൊക്കെ പിന്നെ എത്ര പ്രയാസമായിട്ടുണ്ടായിരിക്കും അങ്ങനെ ആ രൂപത്തിലാക്കിയെടുക്കണമെങ്കിൽ. അപ്പോ അഖബ എന്ന് പറഞ്ഞാൽ തെരീഖും ഫിൽ ജബൽ എന്നാണ്. പർവ്വതത്തിലൂടെയുള്ള വഴി, പർവ്വതത്തിലുള്ള വഴിക്കാണ് അഖബ എന്ന് പറയാ. ആ അഖബയെ വിട്ടുകടക്കുകയില്ല. മനസ്സിലായ? കടമ്പകൾ കടക്കൂല എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം വെക്കാം. ഒരു ഉസ്താദ് അങ്ങനെ അടിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായ? ഇവിടെ എന്താണെന്നൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഈ അഖബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിശദീകരണം, ഒരു തഫ്സീർ, യുരീദു അഖബത ജഹന്നം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഹന്നമാകുന്ന അഖബയാണ്. വഹിയ അഖബത്തും ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള അഖബയാണ്. ആ അഖബ വിട്ടുകിടക്കാൻ ഈ മനുഷ്യന് കഴിയില്ല. കടമ്പകൾ കടക്കാൻ ഈ മനുഷ്യന് കഴിയില്ല. ഈ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഉള്ള അഖബ വഴി എന്ന് പറയുന്നത് ദുന്യാവിൽ വെച്ചുകൊണ്ടുള്ള ഇബാദത്ത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകത. ഒറ്റ വാക്കുകൊണ്ട് തന്നെ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അതാണ് മൂജസായ കലാമാകണത്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കി, നിങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് തന്നെ എന്താവുന്നില്ല, പറഞ്ഞു തീരുന്നില്ല. പരിശുദ്ധ ഖുർആനിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അവര് പറഞ്ഞതിനും ഒരു പരിധി ഉണ്ടല്ലോ. മുഫസ്സിരീങ്ങൾക്കും പറയുന്നതിന് പരിധി ഉണ്ടല്ലോ. ആ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് തന്നെ പറഞ്ഞിട്ട് തീരുന്നില്ല. അപ്പൊ അത്രക്കും വിശാലമല്ലേ ഈ പരിശുദ്ധ ഖുർആൻ? നോക്കൂ സഹോദരന്മാരെ, ഇവിടെ അഖബ എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള വഴി. ആ വഴി വിട്ടുകടക്കാൻ ഈ മനുഷ്യന് കഴിയില്ല. ഇത് മനുഷ്യന്, മേൽ പറയപ്പെട്ട മനുഷ്യന്. മനസ്സിലായ? ഒരർത്ഥം അതാണ്. മറ്റു അർത്ഥം പറയുന്നത്, ഒരാശയം പറയുന്നത്, അന്ന ദിക്റൽ അഖബത്തി, ഈ അഖബ എന്ന് പ്രയോഗം ഇവിടെ നടത്തിയത് ഹാഹുന മസലുൻ, അതൊരു ഉദാഹരണമാണ്. ഒരു ഉദാഹരണം, ഒരു ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ളറബ ബിഹി ലിമുജാഹദത്തിൻ നഫ്സി വശൈത്താൻ ഫീ അഅ്മാലിൽ ബിർരി. കണ്ട? അപ്പോ എന്തായി ഇതിനർത്ഥം എന്തായില്ല? ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞാൽ ഏതാണ്? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ കടമ്പയാണ്. എന്ത്? പിശാചിന്റെ ശർറിനെ തൊട്ടും അവന്റെ കുതന്ത്രങ്ങളെ തൊട്ടും രക്ഷപ്പെട്ട് അവന്റെ ശരീരത്തെ നല്ല കാര്യങ്ങളിൽ വ്യാപൃതനാക്കാൻ വലിയ പ്രയാസമാണ്. ആ കടമ്പ വിട്ടുകിടക്കാൻ മനുഷ്യന് കഴിയില്ല. അത് കഴിയണമെങ്കിൽ എന്തു വേണം? മുജാഹദത്തുൻ നഫ്സ്, ശരീരത്തെ നല്ല മുജാഹദ നടത്തണം. നല്ല കഠിനാധ്വാനം ചെയ്യണം. അപ്പോഴേ കഴിയുകയുള്ളൂ. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുജാഹദത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ വലിയ കടമ്പയാണത്. അഖബത്തുല്ലാഹി ശദീദത്തുൻ, അല്ലാഹുവിന്റെ അഖബ എന്ന് പറഞ്ഞാൽ, കടമ്പ എന്ന് പറഞ്ഞാൽ ശദീദത്തുൻ, അതിശക്തമാണ്. ഏതാണത്? വഹിയ മുജാഹദത്തുൽ ഇൻസാനി നഫ്സഹു വഹവാഹു വഅദുവഹു മിനശ് ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി. അപ്പുറത്തെ റൂമിൽ ഗീബത്ത് പറയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ കൂടുന്നു. AP ഉസ്താദിന്റെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഇവന് പൊറുതികേട്. ഒന്ന് പോയി നോക്കണം, കേൾക്കണം. അവിടെ അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക. അല്ല,
ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വഹിയ മുജാഹദത്തുൽ ഇൻസാനി, മനുഷ്യന്റെ കഠിനാധ്വാനമാണ്, പരിശീലനമാണ്, നഫ്സഹു അവന്റെ ശരീരത്തെ, വഹവാഹു അവന്റെ തടീച്ചയെയും അതിനോടുള്ള ഏത് മുജാഹദ, ജിഹാദ്, വഅദുവഹു മിനശ്ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ ജിന്ന് വർഗത്തിലുള്ള ശത്രുവിനോടുമുള്ള പോരാട്ടമാണ് സത്യത്തിൽ ഇവിടുത്തെ അഖബ. അത് വലിയ കടമ്പയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ റൂമിൽ, ബൈലക്സ് റൂമിൽ നടക്കുന്ന ക്ലാസ് റൂമുകളിൽ അപ്പുറത്ത് വലിയ ചർച്ചകൾ നടക്കുന്നു. എ പി ഉസ്താദിന്റെ ഗീബത്ത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവന് അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതൊന്ന് കേൾക്കണം. എന്നാൽ നമ്മളാളൊക്കെ തന്നെ, എന്നാൽ അവിടെ പോയി അതിങ്ങനെ കേട്ടിരിക്കും. എന്താ കേൾക്കുന്നത്? അവിടെയാണ് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുക, ശരീരത്തോട് ജിഹാദ് നടത്തേണ്ടത്. മുജാഹദത്തുൻ നഫ്സി, എന്താ പറഞ്ഞത്? മുജാഹദത്തുൽ ഇൻസാനി നഫ്സഹു വഹവാഹു വഅദുവഹു മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്. അതാണ് ഇവിടുത്തെ അഖബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലഖ്തഹമൽ അഖബ, കടമ്പ ഒരിക്കലും തന്നെ വിട്ടുകിടക്കാൻ കഴിയില്ല. വഴി വിട്ടുകിടക്കാൻ, പ്രയാസമുള്ള വഴി വിട്ടുകിടക്കാൻ മനുഷ്യന് കഴിയില്ല എന്നാണ് ഒരർത്ഥതാണ് കേട്ടാ. ഫലഖ്തഹമ എന്നുള്ളത് പിന്നെ വേറെയും അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അത് ഒരു ഭാഷാപരമായ സംശയമാണ്. അതായത് ഇവിടെ ഇഖ്തഹമ എന്ത് പറഞ്ഞു? ഫലഖ്തഹമ എന്നല്ല, ഇഖ്തഹമ എന്നാ പറഞ്ഞു. ഇഖ്തഹമ മാദിയാഫീലാണ്. മാദിയാഫീൽ തന്നെ പിന്നെ മാദിയാഫീൽ എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ, മനസ്സിലായ? കഴിഞ്ഞുപോയ കാലത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ് ഇഖ്തഹമ യഖ്തഹിമു എന്ന് പറഞ്ഞത്. സാധാരണ ഭൂതകാലക്രിയയിൽ ലാ ഉപയോഗിക്കലില്ല. അങ്ങനെ ലാ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും ആ ലായെ ആവർത്തിച്ചു കൊണ്ടുവരും, മനസ്സിലായ? അത് അറബി ഭാഷയിൽ പ്രയോഗമാണ്. എന്തൊരു സ്ഥലത്തുണ്ട് ലാ സദ്ദഖ വലാ സല്ല എന്ന് പറഞ്ഞില്ലേ? ഫലാ സദ്ദഖ എന്നല്ലേ, ഫലാ സദ്ദഖ വലാ സല്ല. ഫലാ സദ്ദഖ എന്ന സദ്ദഖ എന്നുള്ള ഫീൽ മാദിയാണ്. അവിടെ ഫല ഉപയോഗിച്ചു, ലാ ഉപയോഗിച്ചു. പിന്നെ മാദിയ ഫീലിൽ ലാ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയണം. അതാണ് വലാ സല്ല. മാ വരുന്നോടത്ത് അങ്ങനെ പറയണമെന്നില്ല. മാ സദ്ദഖ വസല്ല എന്ന് പറഞ്ഞാൽ മതി. നോക്കി നിങ്ങൾ സഹോദരന്മാരെ. അപ്പൊ പിന്നെ ഇവിടെയാണെങ്കിലോ, ഇവിടെ സത്യത്തിൽ ഫലഖ്തഹമൽ അഖബത വമാ അദ്റാകമൽ അഖബ എന്ന പിന്നെ പറയുന്നതില്ല, ആവർത്തിച്ച് കാണുന്നേയില്ല. മനസ്സിലായ? എന്തേ അങ്ങനെ വരാൻ കാരണം എന്നൊരു ഇഷ്കാല് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലട്ടാ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ ഉദ്ദേശിച്ച് പറയുന്നതല്ല. അതൊക്കെ വലിയ വലിയ ചർച്ചകളാണ്. അവിടെ പറയുന്നത് കാണാൻ കഴിയും. സത്യത്തിൽ ഇവിടെ ആവർത്തനമുണ്ടെന്നാണ്. അതുകൊണ്ട് ആ ഇഷ്കാലിനൊരു പ്രസക്തിയുമില്ല. എന്താ? ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞതിന് ശേഷം വമാ അദ്റാകമൽ അഖബയും പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഫക്കു റഖബ അല്ലേ? ഈ ഫക്കു റഖബ എന്ന് പറഞ്ഞതിന്റെ ആശയം ഫലാ ഫക്ക റഖബ എന്നാണ്. അപ്പൊ ആശയത്തിൽ എന്താണ്? പിന്നെ ലാ ആവർത്തിച്ചതുപോലെയാണ്. പിന്നെ അതിന് ശേഷം പറയുന്നത് ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ എന്ന് പറഞ്ഞതും വലാ അത്അമ മിസ്കീനൻ എന്ന ആശയത്തിലാണുള്ളത്. എന്താവട്ടെ, നമ്മൾ ചർച്ച വിഷയമല്ല. ആശയം നമ്മുടെ പദവുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ ചർച്ചയാണ്. ഞാനിതിനെ പറഞ്ഞപ്പോ നമ്മുടെ ഈ കിതാബിൽ പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ, എന്നും കൂടി അറിയിക്കുകയാണ്. നോക്കൂ സഹോദരന്മാരെ, ഇനി മറ്റൊന്ന് ഇവിടെ എന്തുകൊണ്ട് ആവർത്തിച്ചില്ല എന്നതിന് മറ്റൊരു തെളിവ് പറയുന്നത് ഫലഖ്തഹമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അത് ലം യഖ്തഹിം എന്നാണ് അതിന്റെ അർത്ഥം. അവന് എന്തായി ആവർത്തിച്ചു വന്നില്ല എന്നത് എന്ന ചോദ്യം പ്രസക്തമേ അല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇദാ കാന ലാ ബിമഅന ലം, ലാ ലമ്മിന്റെ മഅനാക്ക് വന്നു കഴിഞ്ഞാൽ കാനത്ത് തക്രീറു ഗൈറ വാജിബിൻ, പിന്നെ അവിടെ ആവർത്തിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞ ഐ ഫലം യഖ്തഹിമിൽ അഖബ, അവൻ കടമ്പ പ്രയാസമുള്ള വഴി ഒരിക്കലും തന്നെ വിട്ടുകടക്കുകയില്ല. ഉണ്ടോ സഹോദരന്മാരെ? ഏത് പ്രകാരം തന്നെ കമാല യജിബു തക്രീറു മഅലം, ലമ്മോട് കൂടെ തക്രീർ നിർബന്ധമില്ലാത്തതുപോലെ ലമ്മ് വന്നു കഴിഞ്ഞാൽ എന്തിന്റെ ആവശ്യമില്ല? അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ. അതേ പ്രകാരം തന്നെ ഇവിടെയും ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞാൽ അവിടെ ലാ ലമ്മിന്റെ അർത്ഥത്തിനാണ്, ലം യഖ്തഹിം. നമ്മുടെ ബുർദയിലില്ല അങ്ങനെ ഒരു പ്രയോഗം. ഉണ്ടാവട്ടെ സഹോദരന്മാരെ, നോക്കൂ നിങ്ങള്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെയുള്ള മനുഷ്യനാണ് അവൻ, ദുർബലനാണ്, അവൻ കുറച്ച് പണവും ആരോഗ്യവും സമ്പത്തും ഒക്കെ കിട്ടി എന്നതുകൊണ്ട് അഹങ്കരിക്കേണ്ടതില്ല. അവന് കടമ്പ വിട്ടുകിടക്കാൻ കഴിയില്ല. പ്രയാസമുള്ള വഴികൾ ഒരിക്കലും തന്നെ വിട്ടുകിടക്കാൻ കഴിയില്ല. സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കാൻ കഴിയില്ല. ഹവൻ നഫ്സിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. വികാരത്തെ തടുത്തു നിർത്താൻ കഴിയില്ല. പിശാചിന്റെ കുതന്ത്രങ്ങളെ തടയാൻ കഴിയില്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഫലഖ്തഹമൽ അഖബ, വലിയൊരു വിഷയമാണത് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറഞ്ഞത്. അത് മുമ്പ് ഞാൻ ഒരിക്കൽ അദിക്കിയ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മനസ്സിലായ? അസീമത്ത് ഉണ്ടാകുക എന്നുള്ളത് അത് എല്ലാവർക്കും കഴിയുന്നില്ല. ഈ തീരുമാനത്തിന് ഓർത്ത് ഞാൻ ഇനി ഗീബത്ത് കേൾക്കൂല എന്നൊരു അസീമത്ത് എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ എല്ലാ ആളുകൾക്കും കഴിയും. നമ്മുടെ ഹവൻ നഫ്സ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നാം പോരാടണം. നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ഹവൻ നഫ്സിനോട്, നമ്മുടെ പിശാചിനോട്, നമ്മെ പ്രേരിപ്പിക്കുന്ന പിശാചിനോട് നാം ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കണം. അതിലേക്ക് സൂചനയാണ് ഇത് എന്നാ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ്. ഇനി മറ്റൊരർത്ഥം ദൃഢകാർന്നു. ഉക്കാവ ചന്തയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ ചുവട്ടിൽ ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ പശുവിന്റെയോ മാടിന്റെയോ തോല് അദ്ദേഹത്തിന്റെ കാൽ ചുവട്ടിൽ വെച്ചിട്ട് ജനങ്ങളോട് പറയും, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരാൻ കഴിയുന്ന ആളുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകളൊക്കെയും വന്നിട്ട് ഈ തോല് പിടിച്ചു വലിക്കും. പക്ഷേ ആ തോലിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോരുകയല്ലാതെ ആ തോലിൽ നിന്നും ഈ മനുഷ്യനെ പുറത്തേക്ക് ചാടിക്കാൻ കഴിയില്ലായിരുന്നു. അത്രക്കും വലിയ മല്ലനായിരുന്നു ഇബ്നു കൽദാ. ആ ഇബ്നു കൽദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഠിനമായ ശത്രുത പുലർത്തിയ ആളുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ശത്രുതയിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ച വ്യക്തിയുമായിരുന്നു. അതാണ് ഇബ്നു കൽദ പറഞ്ഞതായി ഖുർആൻ പറയുന്നു, യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അടിക്കടി സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരുന്നു. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ അല്ലാഹു പറയണത് അറിയോ, അങ്ങനെയൊക്കെയാണെങ്കിൽ സമ്പത്തൊക്കെ ചിലപ്പോ നല്ല ചെലവഴിക്കും. പക്ഷേ പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർക്ക് വലിയ പ്രയാസമായിരിക്കും. രാഷ്ട്രീയത്തിന് വേണ്ടി കാശ് കൊടുക്കുന്നവർ, ദാനമേളക്ക് വേണ്ടി കാശ് കൊടുക്കുന്നവർ,
ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടി കാശ് ചെലവഴിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളുകൾ ഒരു വഅദിന് വേണ്ടി എന്തെങ്കിലും പിരിവിന് ചെന്ന് ചോദിച്ചാൽ, പിരിവ് ചോദിച്ചാൽ അവന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ? അവർക്ക് പ്രയാസങ്ങളുടെ എന്തായിരിക്കും അത്? ഏത് പ്രകാരമാണെന്നറിയോ? നമ്മൾ ഇനി ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. 2 റക്അത്ത് നിസ്കരിക്കാൻ വലിയ പ്രയാസം, ഒരുപാട് അധ്വാനം ഇല്ലാത്ത സംഗതിയാണത്. ആകെ 2 മിനിറ്റാ വേണ്ടത്. ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ ആകെ 2 മിനിറ്റ് വേണം. പക്ഷേ ആ 2 റക്അത്ത് 2 മിനിറ്റിനുള്ളിൽ നിസ്കരിക്കാനുള്ള പ്രയാസം എത്രയാണ്? എന്നാൽ അതേ മനുഷ്യൻ തന്നെ 1 മണിക്കൂർ ഫുട്ബോൾ കാണുകയാണെങ്കിൽ അവിടെ ഇരുന്ന് കാണുന്നതിന് ഒരു മടിയില്ല. 12 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ആ കളിക്കുന്നതിന് പ്രയാസമില്ല, അത് കാണുന്നതിന് പ്രയാസമില്ല. ഒരു പേജ് ഖുർആൻ ഓതാൻ എന്തൊരു പ്രയാസമാണ് മനുഷ്യന്. പക്ഷേ ഒരു നോവൽ വായിക്കാൻ, ഒരു കഥ വായിക്കാൻ, ഒരു CD കാണാൻ ഇവന് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. അധർമ്മത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി, തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഇഷ്ടം പോലെ ചെലവഴിക്കുന്ന വ്യക്തി ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ അവന് ചെലവഴിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതാണ് അള്ളാഹു പറയുന്നത് ഫലഖ്തഹമൽ അഖബ. അതുകൊണ്ടാണ് അള്ളാഹ് വിശദീകരിക്കുന്നത് പിന്നീട്. എന്തറിയോ? വമാ അദ്റാക, തങ്ങൾക്കറിയില്ലേ? തങ്ങൾക്കറിയാമല്ലോ. തങ്ങൾക്ക് എന്തുകൊണ്ടറിയില്ല? പലയാതി ആശയങ്ങളോടെ പറയുന്നുണ്ട്. മനസ്സിലായ? വമാ അദ്റാക, തങ്ങൾക്കറിയാമല്ലോ. അതാണ് ഏറ്റവും നല്ല യോജിപ്പുള്ള അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. റസൂലിമാൻ പറഞ്ഞില്ലേ, ലൗഹിലും കലമിലുള്ളതിന്റെ അപ്പുറത്തുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് അറിയാം. അപ്പൊ വമാ അദ്റാക, തങ്ങൾക്കറിയാമല്ലോ. എന്ത്? അൽ അഖബ, അഖബ എന്താണെന്ന് അറിയാമല്ലോ. അപ്പൊ ഒന്നും കൂടി വിശദീകരിക്കണം, ഒന്നും കൂടി പറയണം. അരണകാലം തന്നെ ഒന്നും കൂടി പറയുന്നു. എന്താണത്? ഫക്കു റഖബത്തിൻ. അതെന്താകുന്നു? ഒരടിമയെ മോചിപ്പിക്കലാണ്. ഫക്ക് ചെയ്യുന്ന അഴിച്ചുവിടുക, അതാണ് ഫക്ക് എന്ന് പറഞ്ഞത്. റഖബ എന്ന് പറഞ്ഞാല് പിരടി എന്നാണ് അതിന്റെ നേരർത്ഥം. ഇപ്പൊ നേരത്തെ നമ്മൾ ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞതിന് ഏതാണ്? ഈ സമ്പത്ത് ചെലവഴിക്കോ, നല്ല കാര്യത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കാൻ കഴിയില്ല എന്ന അർത്ഥം സങ്കല്പിക്കുകയാണെങ്കിൽ, അർത്ഥം പറയുകയാണെങ്കിൽ ഇവിടെ ഫക്കു റഖബത്തിൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അടിമയെ മോചിപ്പിക്കൽ. അത് ഇങ്ങനത്തെ ആളുകൾക്ക് കഴിയില്ല. മനസ്സിലായ? ഈ അടിമ എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഇപ്പൊ അടിമ സമ്പ്രദായം ഇല്ല. അടിമ എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ അഭിമാനത്തിന്റെയും അവരുടെ സമ്പത്തിന്റെയും പ്രധാന ഒരു എന്തായിരുന്നു? ഭാഗമായിരുന്നു. അതുകൊണ്ട് അടിമനെ മോചിപ്പിക്കാൻ അന്നത്തെ കാലത്തുള്ള എത്ര വലിയ ആളുകളാണ് ഈ മോചിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇബ്നു കൽദയെ പോലുള്ള ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ് ഫക്കു റഖബത്തിൻ, അടിമയെ മോചിപ്പിക്കലാണ്. ഫക്ക് ചെയ്യുക, അഴിച്ചുവിടുക. റഖബ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ റഖബത്ത് തന്നെ പിരടി എന്നാണല്ലോ ഇതിന് നേരർത്ഥം. അതായത് പിരടി മറ്റൊരാളുടെ കാലിന്റെ ചുവട്ടിലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ തലുള്ള ആളാന്ന് പറയും നമ്മൾ. തല വലിയ തലായിട്ടല്ല അത് എന്ന് പറഞ്ഞാൽ തലുള്ള ആളാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിൽ ഒരു സ്ഥാനമുള്ള ആളാണ്, അല്ലെ ആ വിഷയത്തിൽ കഴിവാർജിച്ച ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വലിയ തലയുടയവനാണ് എന്നതുപോലെ ഒരു നിന്യതയെ സൂചിപ്പിക്കാൻ വേണ്ടി, നിസാരതയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും ദൂ റഖബ, മറ്റൊരാളുടെ കാലിന്റെ ചുവട്ടിലാണ് എന്നറിയിക്കാൻ വേണ്ടി പെരടിയെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അടിമകൾക്ക് റഖബത്ത് എന്ന് പറയാൻ കാരണം. നോക്കൂ സഹോദരന്മാരെ, അപ്പോ എന്താണ് അഖബ എന്ന് പറഞ്ഞാൽ? ഫക്കു റഖബത്തിൻ,
അതെന്താകുന്നു? റഖബയെ, അടിമയെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യ, ഇവിടെ റഖബത്ത് എന്ന് പറഞ്ഞാല് എല്ലാ പ്രയാസവും എന്ത് ചെയ്യ, പേർന്നൊരു സ്ഥലാണ്, ചുമടെടുക്കുന്ന സ്ഥലാണ്. ഏത്? പെരടി എന്ന് പറഞ്ഞ സാധനം. ഓന്റെ പെരടിയിലാണ് അതൊക്കെ എന്നറിയില്ലേ? നമ്മൾ സാധാരണ പറഞ്ഞു ഓന്റെ പെരടിയിലാണ് അതൊക്കെ എന്ന് പറഞ്ഞെന്താ? ഓന്റെ പെരടിയിൽ ഏറ്റിരിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ പെരടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാനങ്ങളും മറ്റൊക്കെ ഏറ്റാനുള്ള ഒരു സ്ഥലമാണത്. പെരടിയിലാണല്ലോ ഏറ്റല്, തലയിലല്ല. ചില സ്ഥലത്തൊക്കെ തലയിൽ ഏറ്റുന്നാണ്. ഇനി തലയിലാണെങ്കിലും ആ തല നിൽക്കുന്നത് പെരടി ഉൾപ്പെടെയല്ലേ. അപ്പോ പ്രയാസങ്ങളാണ് ഏത്? ഏതെന്ന് പറഞ്ഞത് ഈ ഹവൻ നഫ്സ്, ശരീരിച്ച, അതേ പ്രകാരം ഇബ്ലീസിന്റെയും പിശാചിന്റെയും ജിന്നിന്റെയും ഒക്കെ അവരെ കൂട്ടത്തിൽ നിന്നുള്ള ശത്രുക്കളുടെ പ്രേരണ, ഇതൊക്കെ വലിയ പ്രയാസാണ്. ആ പ്രയാസത്തെ ഫക്ക് ചെയ്യുക, അഴിച്ചുവിടുക. കണ്ടോ സഹോദരന്മാരെ, അതിലേക്ക് സൂചനയാണത്. നോക്കൂ നിങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അടിമമോചനം എന്ന് പറഞ്ഞാല്, അടിമമോചനം എന്ന് പറഞ്ഞാല് ഇസ്ലാം വന്ന കാലത്ത് ധാരാളം അടിമകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അടിമകളൊക്കെയും മോചിപ്പിക്കാൻ വേണ്ടി ഓരോ കഫാറത്തുകൾ ഇസ്ലാം നിർദ്ദേശിച്ചിരുന്നു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. മൻ ഫക്ക റഖബതൻ ഫക്കല്ലാഹു ബികുല്ലി ഉളുവിൻ മിൻഹാ ഉളുവൻ മിൻഹു മിനന്നാർ. മൻ ഫക്ക റഖബതൻ, ഒരാള് ഒരു അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഫക്കല്ലാഹ്, അല്ലാഹു മോചിപ്പിക്കും. ബികുല്ലി ഉളുവിൻ മിൻഹാ, ആ അടിമയിൽ നിന്നുള്ള ഓരോ അംഗത്തിന്റെയും കണക്ക് കണ്ട് അല്ലാഹു മോചിപ്പിക്കും. ഉളുവം മിൻഹു, ഈ മോചിപ്പിച്ചവന്റെ ഉളുവിനെ, മിനന്നാർ, നരകത്തിൽ നിന്ന്. അപ്പൊ നരകത്തിൽ തീരെ കടക്കൂല എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സദഖ കൊടുക്കലാണോ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്, അടിമയെ മോചിപ്പിക്കലാണോ ശ്രേഷ്ഠമുള്ളത് എന്ന പണ്ഡിതന്മാരുടെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നുണ്ട്, അടിമയെ മോചിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. കാരണം ഒരു മനുഷ്യന് ജീവിതം കൊടുക്കല്ലേ, അവന് സ്വതന്ത്രാക്കല്ലേ. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ അടിമമോചനം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഫക്ക് റഖബത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതല്ല മുജാഹദത്തുൻ നഫ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, ബഹുമാനപ്പെട്ട ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യഹ്തമിലു സാനിയൻ, വേറൊന്നിനും ചാൻസ് ഉണ്ട്. എന്താണത്? അന്നഹു അറാദ ഫക്ക റഖബതിഹി വഖലാസ നഫ്സിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ പെരടിയെ അവൻ ഒഴിവാക്കലാണ്, അവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തലാണ്. എങ്ങനെ? ബിജ്തിനാബിൽ മആസി, തെറ്റുകൾ തെറ്റുകളെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ കൊണ്ട് അവന്റെ പെരടിയെ ഒഴിവാക്കണം. അതാണ് ഫക്ക് റഖബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരടിയിലാണ് എല്ലാ പ്രയാസങ്ങളും വന്നു കിടക്കുന്നത്. ആ പെരടിയെ ഫക്ക് ചെയ്യാൻ, അഴിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ബിജ്തിനാബിൽ മആസി, തെറ്റുകളിൽ നിന്ന് മോചിതനാവലാണ്, വെടിഞ്ഞു നിൽക്കലാണ്. വഫിഇലി ത്വാഅത്തുകൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യലുമാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇനി നോക്കൂ, രണ്ടാമത് അല്ലാഹു പറഞ്ഞ എന്താണ്? ഔ ഇത്ആമുൻ, ഔ, ഞാൻ 20 മിനിറ്റ് മുമ്പട്ടം തീർക്കാം. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ ഭക്ഷിപ്പിക്കലാണ്. ആരെ ഭക്ഷിപ്പിക്കല്? ഫീ യൗമിൻ,
ഒരു ദിവസത്തിൽ. എങ്ങനത്തെ ദിവസമാണ്? ദീ മസ്ഗബ. മസ്ഗബ് എന്ന് പറഞ്ഞാല് പട്ടിണി ഉടയ ദിവസം, പട്ടിണിയുള്ള ദിവസം. അന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? പട്ടിണിയുള്ള ദിവസം എന്ന് പറഞ്ഞാല് പട്ടിണിയില്ലാത്ത ദിവസം, അതായത് സമ്പത്തും സൗകര്യവും ഒക്കെ കിട്ടണ ഉള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാ, ഭക്ഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നമല്ല. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, അയാളും ചെയ്യുക മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാന്ന് പറഞ്ഞത് ഒരു പ്രയാസകരമാണ് എന്ന് തോന്നുന്നില്ല. ഭക്ഷണമൊന്നും കിട്ടാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, ജനങ്ങളെ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂലി കൂടുതൽ കിട്ടുന്നതാണ്. ആളുകളെ, പണക്കാരെ മുഴുവൻ വിളിച്ചെത്തി ഭക്ഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണം കിട്ടാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ വിളിച്ച് ഭക്ഷിപ്പിക്കലല്ലേ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. കണ്ടാ, മസ്ഗബ്, ഈ സഹബ് എന്ന് പറഞ്ഞാൽ തന്നെ സഹബ സഹബൻ എന്നൊക്കെ പറഞ്ഞാല് മസ്ഗബ് മീമിയായ മസ്തറാണത്. സഹബ എന്ന് പറഞ്ഞാൽ ഇതാ ജാന്നാണ്, വിശന്നാൽ. ആ വിശപ്പുടിയ ദിവസം. ആ വിശപ്പുടയ ദിവസം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ടാവാം. ഒന്ന്, വിശപ്പുള്ള ആളുകളെ വിശപ്പുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുകയും വിശപ്പില്ലാത്ത ആളുകളെ ഭക്ഷിപ്പിക്കുകയും നോക്കുമ്പോൾ ഏതാണ്? വിശപ്പുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുന്നതിനാണ് പവർ കൂടുതൽ. പക്ഷെ ഇന്ന് നടക്കുന്നതല്ല. ഇന്ന് പാവപ്പെട്ടവനെ മാറ്റി നിർത്തിയിട്ട് പണക്കാർക്കാണ് എല്ലാവരും ചെയ്യുന്നത്, ഭക്ഷണം നൽകുന്നത്. നോമ്പുതുറയാണ്. ആരെ പങ്കെടുപ്പിക്കുക? വലിയ പണക്കാര്, രാഷ്ട്രീയക്കാര്, സമ്പന്നര്, യസർന്നവര്, പ്രമാണിമാര്, അല്ലേ? പാവപ്പെട്ടവൻ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ യൗമിൻ ദീ മസ്ഗബ എന്ന് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് നിലക്ക് എന്താവാം, പിന്നെ വിശപ്പുള്ളവനാവാം. ഒന്ന് വിശപ്പുള്ള ദിവസം, എല്ലാവർക്കും വിശപ്പാണ്, ഭക്ഷണമൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. മറ്റൊന്ന് പിന്നെ ഏതാണ്? വിശപ്പുള്ള ആളുകൾ. അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫീ യൗമിൻ ദീ മസ്ഗബ എന്ന് പറഞ്ഞത്. കണ്ടാ, അപ്പോ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞതും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് വിശദീകരിക്കലിന് കടക്കുന്നില്ല. പിന്നെയോ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യതീമൻ ലാ മഖറബ. യതീമൻ, യതീമിനെയും ഭക്ഷിപ്പിക്കുക. അവിടെ അത്ഇം എന്ന് പറയുന്ന ഒരു ഫീലിനെ സങ്കല്പിച്ചു കൊടുക്കണം. അത്ഇം യതീമൻ ദാ മഖറബ. ഭക്ഷണം ഒരു പ്രധാന ഇനായതുകൊണ്ടാണ് ഈ ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? അതിൽ പെടും. ഭക്ഷണമുള്ള മനുഷ്യന് ഏറ്റവും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ജനങ്ങൾ ഈ പ്രയാസപ്പെടുന്നൊക്കെ. അപ്പൊ അത്ഇം യതീമൻ, യതീമിനെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക. യതീമിനെ ഭക്ഷിപ്പിക്കലുമാണ്. ദാ മഖറബത്തിൻ, കുടുംബ ബന്ധമുള്ള യതീമിനെ. എന്താ മഖറബ പറഞ്ഞ കുടുംബം, അടുത്ത ആളുകൾ. ഇപ്പൊ നമ്മള് സാധാരണ നമ്മുടെ അടുത്ത കുടുംബത്തിൽ ചിലപ്പോ യതീമക്കളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യൂല. അവരെ തിരിഞ്ഞൊക്കെ കാശ് കൊടുക്കും. അതല്ല നല്ലത്. നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. യുഅല്ലിമുക അന്നസ്സദഖത അലൽ ഖറാബത്തി. അടുത്ത കുടുംബക്കാർക്ക് സദഖ ചെയ്യുക എന്ന് പറയുന്നത് അഫ്ളലു മിൻഹാ അലാ ഗൈരിൽ ഖറാബ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്
അലാ ഗൈരിൽ ഖറാബ, കുടുംബക്കാരല്ലാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ, കുടുംബക്കാരല്ലാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് കൊടുക്കലാണ്. അതൊന്ന് പോരായ്മയാണ് നമ്മള്. കാരണം എന്താ, കുടുംബക്കാർക്ക് കൊടുത്ത ആരും അറിയില്ലല്ലോ. അതാരാ അറിയാനാ? അറിയണമെങ്കിൽ 4 ആള് അറിഞ്ഞോടുത്ത് വരെ സ്റ്റേജിലൊക്കെ വിളിച്ചു പറയുന്നാവണ്ടേ. അങ്ങനെ നമ്മുടെ അവസ്ഥ. ഏത് പ്രകാരം തന്നെ കമാ അന്ന സദഖത അലൽ യതീമി അല്ലദീ ലാ കാഫില ലഹു, ഏറ്റെടുക്കാനാളില്ലാത്ത യതീമുണ്ട് നമ്മുടെ നാട്ടില്. ആരും ഏറ്റെടുക്കാനില്ല, ആരും കാശ് കൊടുക്കാനില്ല, യതീംഖാനയിൽ ചേർന്നിട്ടില്ല, യതീമിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. മഹാന്മാര് പറയുന്നു കമാ അന്ന സദഖത അലൽ യതീമി, യതീമിന്റെ മേലിൽ സദഖ കൊടുക്കുക അല്ലദീ, എങ്ങനത്തെ യതീമാണ്, ലാ കാഫില ലഹു, അവനൊരു സംരക്ഷകനില്ല. അങ്ങനെ സംരക്ഷകനില്ലാത്ത യതീമിന്റെ മേലിൽ സദഖ കൊടുക്കൽ അഫ്ളൽ മിനസ് സദഖതി അലൽ യതീമില്ലദീ യജിദു മൻ യക്ഫുലുഹു, സംരക്ഷകനെ എത്തിക്കുന്ന യതീമിന് സദഖ കൊടുക്കുന്നതിനേക്കാൾ സംരക്ഷകനില്ലാത്ത യതീമിന് സദഖ കൊടുക്കലാണ് ശ്രേഷ്ഠമായത്. യതീംഖാനയിലേക്കോ മറ്റോ കൊടുക്കണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. യതീംഖാനയിലുള്ള ആളുകൾക്ക് സംരക്ഷകരുണ്ട്. നമ്മുടെ നാട്ടിൽ യതീമായി വളരുന്നവരെ നോക്കാനാളില്ല, അവനാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മോട് അടുത്ത് നിൽക്കുന്ന, ഖറാബത്ത് ആർത്തത്തിനും പ്രയോഗിക്കാം, അടുത്ത കുടുംബത്തിലുള്ള ആള്, അല്ലെങ്കിൽ നമ്മോട് അടുത്ത് നിൽക്കുന്ന ആള്, യതീമൻ ദാ മഖറബ, നമ്മുടെ കുടുംബക്കാരായ യതീമക്കൾക്ക് ഭക്ഷിപ്പിക്കലും, അല്ലെങ്കിൽ നമ്മോട് അടുത്ത അയൽവാസികളായ യതീമക്കൾക്ക് ഭക്ഷിപ്പിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യതീമക്കൾക്ക് ഭക്ഷിപ്പിക്കൽ, ഇതൊക്കെയും നമ്മോട് അടുത്തതാണല്ലോ. ദൂരെയുള്ള ഏതെങ്കിലും യതീംഖാനയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ അയൽവക്കത്തോ ഉള്ള യതീമക്കൾക്ക് ഭക്ഷിപ്പിക്കലുമാണ് ഈ കടമ്പ എന്ന് പറയുന്നത്. അത് വലിയ പ്രയാസമാണ്. കാരണം പേര് കിട്ടൂല. അയൽവാസിക്ക് കൊടുത്താൽ ആരറിയാനാണ്? കുടുംബത്തിൽ യതീമിന് കൊടുത്താൽ ആരറിയാനാണ്? നാട്ടിലെ യതീമിന് കൊടുത്താൽ നാട്ടിലുള്ളവരല്ലേ അറിയുകയുള്ളൂ. ഏതെങ്കിലും വലിയ സ്ഥാപനത്തിൽ വലിയ സദസ് നടക്കുമ്പോൾ അതിൽ വിളിച്ചു പറയുമ്പോൾ എത്ര ലക്ഷം, എത്ര നാട്ടുകാർ, എത്ര വീട്ടുകാര്, എത്ര വലിയ വലിയ ആളുകൾ അറിയുന്നുണ്ട്. അതറിയാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അറിയാത്ത യതീമിന് കൊടുക്കൽ വലിയ പ്രയാസമായി തോന്നും. അത് വലിയ കടമ്പയാണ്. കണ്ടോ സഹോദരന്മാരെ, യതീം എന്ന് പറഞ്ഞ എന്താ? മഹാന്മാരായ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. യതീം എന്ന് പറഞ്ഞാല് ബാപ്പല്ലാത്ത ആളുന്നാ. യതമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ദുർബലൻ എന്നാണ്. യതീം എന്ന് പറഞ്ഞാൽ ദുർബലൻ എന്നാണ്. യുത്മ്, യതമ, യതീമു, യുത്മ് കണ്ടാ അതനല്ലേ. ദുർബലൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്തും പറയാനും ചോദിക്കാനും വാങ്ങാനും ഉള്ളത് പിതാവല്ലേ. ആ പിതാവ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവൻ ദുർബലനായി ആരോട് ചോദിക്കും, ആരോട് പറയും? സങ്കടം പറയാൻ ആളില്ല, വസ്ത്രം വാങ്ങിത്തരാൻ ആളില്ല, മരുന്ന് വാങ്ങിത്തരാൻ ആളില്ല, ഭക്ഷണം വാങ്ങിത്തരാൻ ആളില്ല. അങ്ങനെ അവൻ ദുർബലനായി പോയി. അതുകൊണ്ടാണ് യതീം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഉണ്ടോ നിങ്ങൾ? എന്നാല് മൃഗങ്ങളിൽ യതീം എന്ന് പറച്ചില്, മൃഗങ്ങളിലും യതീം എന്ന് പറച്ചിലുണ്ടായിരിക്കും അല്ലേ? മൃഗങ്ങളിൽ, മനുഷ്യരിൽ യതീം എന്ന് പറയാൻ വാപ്പല്ലാതാവുമ്പോഴാണ്. അന്നൽ യതീമ ഫിന്നാസി മിൻ ഖിബലിൽ അബി, വാപ്പാന്റെ ഭാഗത്തിലൂടെയാണ്. വാപ്പ നഷ്ടപ്പെട്ടാലാണ് എന്ത് ചെയ്യുക? മനുഷ്യവർഗത്തിൽ യതീം എന്ന് പറയാം.
ഫിൽ ബഹായിമി മൃഗങ്ങളിൽ യതീം എന്ന് പറച്ചിലപ്പോഴാണ് മിൻ ഖിബലിൽ ഉമ്മഹാത്തീനാണ്. അങ്ങനെ ആരെയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളിട്ടാ. ഏയ് മൃഗങ്ങൾ പോത്തിന്റെ വാപ്പാന്റെ പേര് കാണാൻ കഴിയൂല. മൂന്നത് ആ മൂരി എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മൂരി സ്വഭാവം ഉണ്ടാകുന്നത് വാപ്പല്ലാത്തോണ്ടാണ്. മല്ല അദബലഹു വല അബലഹു എന്നാണ്. അങ്ങനെ ഒരു അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്. വാപ്പല്ലാത്തവൻ അതവില്ലാത്തവൻ തന്തല്ലാത്തവനെ പോലെയാണ്. അപ്പൊ തന്ത ആരാൻ തിരിച്ചറിയാത്തതാണ് ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞ മൂരി പോലത്തെ സാധനങ്ങൾ. ഏതാണ് തന്ത? പല തന്താനും ഉണ്ടാവും. അതായത് ജാരസന്ധതിയാണ് അർത്ഥം. അപ്പൊ ഈ ജാരസന്ധതികൾ പൊതുവെ അങ്ങനെയാണ് എന്തുണ്ടായി, അതവുണ്ടാവില്ല അവർക്ക്. അതാണ് മൂരിയാണ് സ്വഭാവം. അവര് വാപ്പാരാന്നറിയില്ല, അപ്പൊ അവരാ മൂരി സ്വഭാവം കാണിക്കും. അപ്പൊ എന്തിനാ പറഞ്ഞത്? പിന്നെ നാൽക്കാലികളെ തള്ള ചത്താലാണ് എന്ത് ചെയ്യാ യതീം എന്ന് പറയാന്ന്. അല്ലാതെ വാപ്പ മരിച്ചാലല്ല, വാപ്പാരാന്ന് അറിയുന്നില്ലല്ലോ ചിലപ്പോ നമുക്ക് സഹോദരന്മാരെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യതീമൻ ദാ മഖറബ ഇത്ആമു യതീമി, യതീമിനെ ഭക്ഷിപ്പിക്കലുമാണ്. എങ്ങനത്തെ യതീം? ദാ മഖറബ കുടുംബബന്ധമുട യതീം ഒരർത്ഥത്. അതല്ല മഖറബ ഖറാബത്ത് കുർബ്, അടുത്ത യതീം. അടുത്ത യതീം എന്ന് പറഞ്ഞാൽ അയൽവാസി യതീം അത് പെടും, കുടുംബത്തിലുള്ള യതീം അത് പെടും, നാട്ടിലുള്ള യതീം അത് പെടും. അപ്പൊ നമ്മളോട് അടുത്ത് നിൽക്കുന്ന യതീമാരാണ്, അവർക്ക് എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ദിനം പറഞ്ഞു തന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഔ മിസ്കീനൻ ദാ മത്റബാ. കഴിഞ്ഞ നമ്മളെ സമയം കഴിഞ്ഞു, 7 മിനിറ്റോളം പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഔ മിസ്കീനൻ, മിസ്കീനും ഭക്ഷണം കൊടുക്കൽ. എങ്ങനത്തെ മിസ്കീനാണ്? ദാ മത്റബത്തിൻ, അവൻ മണ്ണിന്റെ ആളാണ്. മത്രബ് പറഞ്ഞാണ് മണ്ണുടെ ആള്, മണ്ണിലേക്ക് ചേർന്ന ആള്. വേറൊരു മാർഗവുമില്ല. അങ്ങനെ മണ്ണിലേക്ക് ചേർന്ന ആളാണ്. തൊഴിലാളി വർഗങ്ങളെ പറ്റി പറയില്ല. മണ്ണിലേക്ക് ചേർന്ന ആളുകൾ. ഒന്നുകിൽ അവരെന്ത് ചെയ്യാ, പിന്നെ അപ്പോ എത്തീമല്ലാത്ത എത്തീമോ എന്താണ്? മണ്ണിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ മത്രബ തുറാബ്, അതിന് പോന്നാണ് മത്രബ്. അപ്പൊ മണ്ണിലേക്ക് ചേർന്ന് തന്നെ മസ്കരത്ത് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് അവൻ എന്ത് ചെയ്ത് വഴിയിലിരിക്കുകയാണ്, മണ്ണിലിരിക്കുകയാണ്. പല ആശയവും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവൻക്ക് ജീവിക്കാൻ ജോലിയില്ല, കിടക്കാൻ ഭൂമിയില്ല, എവിടെങ്കിലും ചേരി പ്രദേശങ്ങളിൽ, റെയിൽവേ പുറമ്പോക്കുകളിൽ താമസിക്കുകയാണ്, മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള യതീമിനെ കണ്ടെത്തിയിട്ട് അവർക്കും ഭക്ഷണം നൽകുക, വസ്ത്രം നൽകുക, പാർപ്പിടം നൽകുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മിസ്കീനൻ ദാ മത്റബാ. മനസ്സിലായ? അതായത് ഔ അൻ യുത്ഇമൽ ഫഖീറ ഫീ യൗമിൻ അശീബിൻ ഫീ മുജാ. ദാരിദ്ര്യവും പ്രയാസവുമുള്ള സന്ദർഭത്തിൽ, ഇവിടെ ഫഖീർ, ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഫിഖീന്റെ കിതാബിലൊക്കെ സക്കാത്തിന്റെ അവകാശികളായി പറയുന്ന ഏത് ഫഖീർ മിസ്കീൻ എന്നുള്ള അർത്ഥത്തിനല്ല. പിന്നെയോ ഏതും കൂടി ഉൾക്കൊള്ളിക്കും. ഇവിടെ ഫഖീറിനെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന മിസ്കീനാണ്. ഇവിടെ അറബികളൊക്കെ പറയില്ലേ മിസ്കീൻ, ആ മിസ്കീൻ. ഇന്ത്യക്കാരൻ മുഴുവൻ മിസ്കീനാണോ? അതിൽ ഫഖീറും എല്ലാത്തവരൊക്കെ പെടും, പണക്കാരും പെടും ആ മിസ്കീനിട്ടാ. അപ്പൊ എന്തായാലും പിന്നെ അല്ലാഹു പറയുന്നു, എന്ത്? മിസ്കീനന്താ മത്റബാ. ഉണ്ടാ
أو مسكين الفقير البائس الذي أو المسكين الفقير البائس الذي قد لصق بالتراب من فقره. അതാണ് മിസ്കീൻ. മത്രബ എന്ന് പറഞ്ഞതിന്റെ ആശയാണ് പറഞ്ഞത്. എങ്ങനത്തെ മിസ്കീനും ഫഖീറുമാണ്? അല്ലദീ ഖദ് ലസ്ഖ ബിത്തുറാബി, മണ്ണിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, കിടക്കാൻ കിടപ്പാടമില്ല, വീട് വെക്കാൻ ഭൂമിയില്ല. ആ രീതിയിൽ ഭൂമി തന്നെ അവന്റെ വാസം. അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക. ഇതിങ്ങനെ മത്രബ എന്ന് പറഞ്ഞത് അങ്ങനെ പ്രയോഗിക്കാൻ കാരണം എന്താണ്? അത് കിനായത്തുന്നൻ ശിദ്ദത്തിൽ ഫഖ്രി വൽ ബഅ്സ് കണ്ടാ, അങ്ങേയറ്റത്ത് ദാരിദ്ര്യമുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞത്. അതെന്താണ് പറഞ്ഞുകൊണ്ടുള്ള താല്പര്യം? സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വീടും ഒക്കെ ഉള്ള ആളുകളായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവും. ഈ ചേരി പ്രദേശങ്ങൾ വീടും കുടുംബവും ഒന്നും ഇല്ലാത്ത ആളുകളുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അവരെ നമ്മൾ നിസ്സാരമായി തള്ളും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഭക്ഷണം എന്ത് ചെയ്യുക, എത്തിക്കുക, വസ്ത്രം കൊടുക്കുക, മറ്റ് സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മത്രബ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മിസ്കീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഹുവ കിനായത്തുൻ അൻ ശിദ്ദത്തിൽ ഫഖ്രി വൽ ബഅസി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ മിസ്കീൻ എന്ന മത്രബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവൽ മത്റൂഹു അലാ ദഹ്രി ത്വരീഖി. ആരാണ് ഈ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഹുവൽ മത്റൂഹു അലാ ദഹ്രി ത്വരീഖി, വഴിയിൽ കിടക്കുന്ന ആള് എന്നാണ്. വേറൊരു പിന്നെന്താ പറഞ്ഞേ? ثم كان من الذين آمنوا പിന്നെ കാന മിനല്ലദീന ആമനു വിശ്വസ്തരായ ആളുകളിൽ നിന്ന് വിശ്വസ്തരായ ആളുകൾ ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? അഥവാ ثم كان من الذين آمنوا, പിന്നെ വിശ്വസ്തരായ കൂട്ടരിൽ നിന്ന് വിശ്വസ്തരായ ആളുകൾ ആയിരിക്കുന്നു. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. എന്താ പറഞ്ഞതെന്നറിയോ? ഇങ്ങനെയുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ പിന്നെ അവനായി മിനല്ലദീന ആമനു വിശ്വസ്ത ആളുകളിൽപ്പെട്ടവനായി. അതിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാലേ ഇതിന്റെ ഒരു പാശ്ചാത്തലുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സദഖയും മറ്റു സൽക്രമങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിലേക്ക് വന്നാൽ അതിന് കൂലി കിട്ടും എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ സുമ്മ പ്രയോഗിച്ചത് എന്നാണ്. സുമ്മ പിന്നെ കാന, ആ മനുഷ്യനായിരിക്കുന്നു മിനല്ലദീന ആമനു വിശ്വസിച്ച കൂട്ടരിൽപ്പെട്ടവനായിരിക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ എന്താവും? അവന് കൂലി കിട്ടും എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ് ഈ സുമ്മ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാന് ജാഹിലിയ്യ കാലത്ത് പലയാതി സൽക്രമങ്ങളും ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സൽക്രമങ്ങൾ ചെയ്ത് എനിക്ക് അതിന്റെ കൂലി കിട്ടുമോ നബിയെ, വല്ല ശൈഉം അതിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതെ, നിനക്ക് അതിന്റെ പ്രതിഫലം കിട്ടും എന്നാണ് പറഞ്ഞത്. അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സുമ്മ ഇവിടെ പ്രയോഗിച്ചെന്ന ഒരാശയം. പക്ഷെ അതല്ല, ഈ സുമ്മക്ക് അത്ര പിന്നെ എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഒരു ദിക്രിയായ സുമ്മ നമ്മൾ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പിന്നെ ധാരാളം പറയല്ലോ. ആ പിന്നക്ക് ഇവിടെ പിന്നെ നിർത്തി പിന്നൊന്നും അല്ലല്ലോ. സംസാരത്തിന്റെ എത്രയോ പറയും നമ്മള് പിന്നെ ഫോൺ ചെയ്യുമ്പോ, വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോഴും പറയും പിന്നെന്തൊക്കെയുണ്ട് വരും. നമ്മളെ കാശ് അങ്ങനെ ഈ പിന്നെന്തൊക്കെയുണ്ട് എന്നുള്ളതിന് അങ്ങനെ കുറെ കാശ് പോകും അല്ലേ സുഹൃത്തുക്കളെ? അവ ആ പിന്നക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. അതൊരു ദിക്രിയായ സുമ്മ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നതുപോലെ ഇവിടെ സുമ്മ തെർത്തീബിനെ സൂചിപ്പിക്കാനൊന്നുമല്ല. പിന്നെന്താ, ഒരു ദിക്രിയായ സുമ്മ, അല്ലെങ്കിൽ വാവിന്റെ അർത്ഥത്തിലുള്ള സുമ്മ. വാവിന്റെ അർത്ഥത്തിനാവും പിന്നെ അവിടെ
പിന്നെ തർത്തീബിന് പറയാനൊന്നുമില്ല. സുമ്മ പിന്നെ കാന അവനായിരിക്കുന്നു, ആ മനുഷ്യനായിരിക്കുന്നു, മിനല്ലദീന ആമനൂ വിശ്വസിച്ച വിഭാഗത്തിൽപ്പെട്ടവനായിരിക്കുന്നു. അതോടുകൂടെ തന്നെ അമില ഹാദിഹിൽ ഖുർബാത്തിൽ വജിഹില്ലാഹ് അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി നല്ല ഇബാദത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അവൻ എന്തായിട്ടുണ്ട്? കാന മുഅ്മിനൻ സാദിഖൽ ഈമാനി. മനസ്സിലായ? അവിടെ മഹാന്മാര് പറയുന്നുണ്ട്, ഇവിടെ സുമ്മക്കാന മിനല്ലദീന എന്ന് പറഞ്ഞതുകൊണ്ട് താല്പര്യം ഇശാറത്തുൻ ഇലാ അന്ന ഹാദിഹിൽ ഖുറബി വത്താഅതി. അത് വയസ്സായവരെ മാത്രം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണക്കെന്നെ ആവശ്യമാക്കി. ഇവിടെ സുമ്മക്കാന മിനല്ലദീന എന്നുള്ളിടത്ത് സുമ്മ പറയാൻ കാരണം ഇശാറത്തുൻ ഇലാ അന്ന ഹാദിഹിൽ ഖുറബി, ഈ മേൽ പറയപ്പെട്ടതായ ഖുറബുകൾ, ഇബാദത്തുകൾ, താഅത്തുകളുമൊക്കെയും ലാ തൻഫഉ ഇല്ലാ മഅൽ ഈമാനി, ഈമാൻ ഉള്ളതോട് കൂടെ അല്ലാതെ ഒരിക്കലും തന്നെ ഉപകാരം സിദ്ധിക്കൂല എന്നതിലേക്ക് സൂചനയാണ് സുമ്മക്കാന മിനല്ലദീന ആമനു എന്ന് പറഞ്ഞത്. നമ്മൾ നിർത്തുക. വതവാസൗ ബിസ്സബ്ർ, ആ വിശ്വസിച്ചതായ ആളുകൾ അവർ പരസ്പരം അവർ പരസ്പരം ഉപദേശിക്കുന്നു, ബിസ്സബ്രി ക്ഷമ കൊണ്ട്, വതവാസൗ അവർ പരസ്പരം ഉപദേശിക്കുന്നു, ബിൽ മർഹമ അനുഗ്രഹം കൊണ്ട്, റഹ്മത്ത് കൊണ്ട്. അതായത് ഔസാ ബഅദുഹും ബഅദൻ ബിസ്സബ്രി അലൽ ഈമാനി വതഅത്തിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ ഇബാദത്തെടുക്കൽ കൊണ്ടും റഹ്മാനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ മേലും ക്ഷമ കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുന്നു. അങ്ങനെ ആവണം മുഅ്മിനീങ്ങള്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നാം ചാടി ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. ക്ഷമിക്കുക, ക്ഷമിക്കാൻ പറയുക. നമ്മുടെ നേതൃത്വം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ നമ്മോട് എന്ത് പറഞ്ഞാലും, എന്ത് ആക്ഷേപിച്ചാലും, എത്ര ചീത്ത പറഞ്ഞാലും ശരി, നല്ല നേതൃത്വം പറയേണ്ട വാക്കുകളാണ് നമ്മുടെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ആരെയും ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത്. നമ്മുടെ പണിയതല്ലാതെ നമുക്ക് പണി വേറെയുണ്ട്. അതാണ് മുഅ്മിനീങ്ങളുടെ അടയാളം. വതവാസൗ ബിസ്സബ്രി, ക്ഷമ കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുന്നു. വതവാസൗ ബിൽ മർഹമ, റഹ്മത്ത് കൊണ്ടും ഉപദേശിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ ഇതിവിടെ പറഞ്ഞത് നേരത്തെ ഭക്ഷണം കൊടുക്കുക, യതീമക്കളെ സഹായിക്കുക പോലത്തെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. ഈ റഹ്മത്തിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് എന്ത്? പിന്നെ വിശപ്പുള്ള മുസ്ലിങ്ങളെ ഭക്ഷിക്കുക എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. മിൻ മുജിബാത്തിർ റഹ്മത്തി, റഹ്മത്തിന്റെ റഹ്മത്ത് ഒരാള് കരുണയുള്ളവനാണ് എന്നതിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഇത്ആമുൽ മുസ്ലിമി അസ്സഗ്ബാൻ. ദാരിദ്ര്യമുള്ള, പ്രയാസമുള്ള, വിശക്കുന്ന മുസ്ലിമിനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ. അപ്പോ അതാണ് പിന്നീട് എന്ത് പറയും? വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. വബിർറഹ്മത്തി വശഫഖത്തി അലൽ ദുഅഫാഇ വൽ മസാകീൻ, റഹ്മത്ത് കൊണ്ട്, കരുണ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിനാണ്? വബിർറഹ്മത്തി വശഫഖത്തി അലൽ ദുഅഫാഇ വൽ മസാകീൻ, പാവപ്പെട്ട ദുർബലരായ ആളുകളോട് നമുക്കുണ്ടാകുന്ന ഏത് ശഫഖത്ത്, റഹ്മത്ത് കൊണ്ട് പരസ്പരം ശൈഖുന കാന്തപുരം ഉസ്താദ് പറയാം, അല്ലാഹു അവിടുത്തെയുള്ള കൂട്ടര്, പരസ്പരം ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന കൂട്ടര്, റഹ്മത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കരുണ കൊണ്ട് ഉപദേശിക്കുന്ന കൂട്ടര്, ഇതൊക്കെയും നമ്മുടെ സംഘടനാ നേതാക്കളിൽ കാണാൻ കഴിയും. വലിയ കടമ്പ കടന്നുകൊണ്ടാണ് ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ. കണ്ട,
പ്രയാസങ്ങളൊക്കെയും അവര് ഒഴിവാക്കുകയാണ്. ഏത് ആക്ഷേപങ്ങൾ വന്നാലും ഏത് അധിക്ഷേപങ്ങൾ വന്നാലും ബഹുമാനപ്പെട്ട ചെറുപുസ്തകം വന്ന കൈവെക്കണട്ടാ. ഏത് ആക്ഷേപങ്ങൾ വന്നാലും ഏത് അധിക്ഷേപങ്ങൾ വന്നാലും ആ പ്രയാസത്തെയും അതുപോലെ തന്നെ ഫിത്നകളെയും നമീമത്തിനെയും ഗീബത്തിനെയും ഒരു ഫക്കു റഖബത്തിൻ അതൊക്കെയും അവര് അഴിച്ചു വെക്കുകയാണ്. അതൊന്നും പ്രയാസമായി അവർക്ക് തോന്നുന്നില്ല. എന്നിട്ടോ അവര് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഫക്കു റഖബത്തിൻ ഔ ഇത്ആം. അവരെന്ത് ചെയ്യുന്നു? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. യതീമക്കളെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പ്രയാസങ്ങൾ എവിടെയൊക്കെ അനുഭവിക്കുന്ന അവിടെയൊക്കെ ഓടിയെത്തുകയാണ്. അതോടുകൂടെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതോടുകൂടെ തന്നെ തന്റെ അനുയായികളോട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ആക്ഷേപങ്ങൾ വരുമ്പോ, ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പ്രചരിപ്പിക്കുമ്പോൾ, പലയാതി കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ പതറിപ്പോവരുത്. ക്ഷമ കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുന്നു. എന്നിട്ടോ വതവാസൗബിൽ മർഹമ. ആരെങ്കിലും ആക്ഷേപിക്കുകയോ നമ്മുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുകയോ ചെയ്താൽ പോലും അതിനെതിരെ പ്രതികാരമില്ല. വതവാസൗബിൽ മർഹമ. കരുണ കൊണ്ടാണ് ഉപദേശം, റഹ്മത്ത് കൊണ്ടാണ് ഉപദേശം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതല്ലേ നമ്മുടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകള് ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷം. മനസ്സിലായ? ഉലൈക അക്കൂട്ടര് അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷത്തിന്റെ ആളുകൾ. മനസ്സിലായ? വലതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല എന്നുള്ള തന്നെ. മനസ്സിലായ? ഇടതുപക്ഷം അല്ലെങ്കിൽ നല്ലൊരു സംഗതിയല്ലല്ലോ. ഇടതുപക്ഷേ അതല്ലേ പിന്നെ ചിലപ്പൊക്കെ എന്ത് ചെയ്യേണ്ട ഒരു തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞതുപോലെ ചിലപ്പൊക്കെ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇടതുപക്ഷത്തിന് കൂടെ നിന്നിട്ടുണ്ടാവും. പക്ഷെ നല്ല സംഗതിയല്ലത്. വലതുപക്ഷത്തിന്റെ കൂടെയാണ് എപ്പോഴും നിൽക്കേണ്ടത്. നോക്കൂ നിങ്ങള്, ആരാണ് ഇവിടുത്തെ വലതുപക്ഷം? അല്ലദീന യൂത്തൗന കുതുബഹും. യൂത്തൗന കുതുബഹും. വലതുപക്ഷം എന്ന് പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെടും. ബിഐമാനിഹിം, അവരുടെ വലത് കൈയിലാണ് നൽകപ്പെടുക. അതാണ് ഉലൈക അസ്ഹാബുൽ മൈമന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാന്മാര് പറയുന്നു, ഒരു തഫ്സീർ അതാണ്, ഹൗലായിൽ മൗസൂഫൂന ബിഹാദിഹി സിഫാത്തിൽ ജലീല ഹും അസ്ഹാബുൽ ജന്നത്തിൽ ലദീന യഖുദൂന കുതുബഹും ബിഐമാനിഹിം. കേട്ടോ? നമ്മുടെ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അവർ സ്വർഗത്തിലേക്കും കടക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ലിഅന്നഹും, ഈ അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന വലതുപക്ഷക്കാര്, ഐക്യമുന്നണിക്കാര്, അവര് ലിഅന്നഹും ഉഖിദൂ മിൻ ശിഖ്ഖി ആദമിൽ ഐമൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ വലത് ഭാഗത്ത് നിന്ന് വന്നവരാണ്. അവരാണ് ആര്? വലതുപക്ഷക്കാര്, ഐക്യമുന്നണിക്കാർ അവരാണ്. ഇനി ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഐക്യമുന്നണി കൂട്ടുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. ആദം നബി അലൈഹിസ്സലാമിന്റെ വലതുഭാഗത്ത് നിന്ന് പിടിക്കപ്പെട്ടവരാണ് വലതു മുന്നണിക്കാര്, അസ്ഹാബുൽ യമീന്റെ ആൾക്കാര്, സഹോദരന്മാരെ. എന്നാൽ പിന്നീട് ഇവർ പറയുന്നത് വല്ലദീന കഫറൂ, വല്ലദീന ഒരു വിഭാഗം ആളുകൾ. എങ്ങനത്തെ ആളുകളാണ്? കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നു. അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളെ കളവാക്കുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അവിശ്വസിക്കുന്നു. അങ്ങനത്തെ ആളുകൾ ഹും അസ്ഹാബുൽ മസ്അമ,
അവരാണ് ഇടത് മുന്നണിക്കാര്, ഇടതന്മാര് അവരാണ്. നിർത്തമുസ്തേ മനസ്സിലായ? അവിടെ മഹാനായ ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ആരാണ് ഇടതന്മാര്? വഹും ഉഖിദൂ മിൻ ശിഖ്ഖി ആദമൽ ഐസർ. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇടത് മുന്നണിക്കാർ, ഇടതന്മാർ അവരാണ്. എന്നിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിശദീകരണമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, സ്വർഗവാസികളാണ് വലതന്മാര്, നരകവാസികളാണ് ഇടതന്മാര് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ അഖ്വാലുകളൊക്കെയും വലിയ അഭിപ്രായങ്ങളൊക്കെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഏതില്? അന്ന അസ്ഹാബൽ മൈമനതി അസ്ഹാബുൽ ജന്നതി വഅസ്ഹാബുൽ മശ്അമതി അസ്ഹാബുൻ നാർ. അസ്ഹാബ് ഇടതുപക്ഷക്കാരി എന്ന് പറയുന്നത് നരകവാസികളാണെന്നും വലതുപക്ഷക്കാരി സ്വർഗവാസികളാണെന്നും ഇതിന്ന് മനസ്സിലാക്കപ്പെടാം. മനസ്സിലായ? നിർത്തുകയാണ് ഞാൻ. അലൈഹിം നാറും മുസദ. ഇങ്ങനെയുള്ള ഇടതുപക്ഷക്കാരുടെ മേല്, ഇടതന്മാരുടെ മേല്, അതായത് കിതാബ് ഈ വലത് കയ്യിൽ കിട്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് എന്തുണ്ട്? അലൈഹിം അവരുടെ മേലുണ്ട് നാറും മുസദാ, കൊട്ടിയടക്കപ്പെട്ടായതുണ്ട്, നരകമുണ്ട്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. മനസ്സിലായ? ഈ മുസദത്ത് എന്ന് പറഞ്ഞാല് മുത്ബിഖത്തുൻ മുഗ്ലിഖത്തുൻ, അടക്കപ്പെട്ടത്, കൊട്ടിയടക്കപ്പെട്ടത് എന്നാ. അതിലേക്ക് റൂഹും ജീവും ഒന്നും കടക്കൂല, ഒരു ഈരാസും ഒരു സുഖവും ഉണ്ടാവില്ല, എപ്പോഴും പൊറുതികേട്. വേറൊരു അഭിപ്രായമുള്ളത് മുസദത്തുനെ മുബഹമത്തുന്നാണ്, അജ്ഞാതമായ കേന്ദ്രം. മനസ്സിലായ? കൊണ്ടന തടവറൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ അജ്ഞാതമായ തടവറ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല. ആ രീതിയിൽ അജ്ഞാതവൽക്കരിക്കപ്പെട്ട നരകമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നീണ്ടുപോയാൽ ക്ഷമ ചോദിക്കുന്നു. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സൂറത്തുൽ ഫജ്ർ